വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ മാത്തച്ഛനാണെങ്കിൽ കുറേ ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ആദ്യം ജോൺ പറയുന്നുണ്ട് കളക്ടറുടെ സൈനില്ലാതെ നടക്കില്ല എന്നുള്ളത്. അന്നേരം ഒരു വില്ല തന്നെ സാറിന് ഞാൻ സമ്മാനമായി തരാമെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്നെ അഴിമതിക്കാരനാക്കി അടങ്ങുമെന്നും പറഞ്ഞ് ജോൺ ആലോചിക്കുക. അപ്പോൾ സമ്മതമാണല്ലോ എല്ലാം പറഞ്ഞ പോലെയെന്നും പറഞ്ഞ് ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഈ മാത്തച്ഛൻ വെളിയിലേക്ക് ഇറങ്ങി ആ നേരത്തെ ജോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആളുണ്ടല്ലോ അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജോണിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ വന്നിറങ്ങി അങ്ങ് കയറി പോവുകയാണ്. അന്നേരം മറ്റേ ആളിങ്ങനെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാത്തച്ഛന് മനസ്സിലായില്ല ആരാ ചോദിക്കുമ്പോൾ അതാണ് കളക്ടർ എന്ന്. അന്നേരം എങ്കിൽ പിന്നെ നേരിട്ടൊന്ന് മുട്ടി നോക്കിയാലോ, അന്നേരം ഒരാളുമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ അതുപോലെയെന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. അന്നേരം മാത്തച്ഛൻ പറയുന്നുണ്ട് അയാൾ പൈസയുടെ ഇതിന് വേണ്ടി പറഞ്ഞതല്ലേ, നേരിട്ട് പോയാൽ നടക്കുമെങ്കിൽ അതല്ലേ നല്ലത്, എന്തായാലും ഞാൻ പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പോകുന്നതൊക്കെ കൊള്ളാം, മുട്ടുന്നതൊക്കെ കൊള്ളാം, പൊട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ അവിടെ ക്യാബിലെത്തുന്നുണ്ട്. അനുപല്ലവി അതൊക്കെ ഫയലുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നോക്കുകയാണ്. തുടർന്ന് കളക്ടറേറ്റിലെ മരം വെട്ടുന്നതിനെക്കുറിച്ച് കേസൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എ ഡി എമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ മേഡം ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് ഓടിക്കയറി അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാളങ്ങ് മാത്തച്ഛനങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു സങ്കടം പറയാൻ വന്നതാണ് മാഡം, ലോണൊക്കെ എടുത്താണ് ഞാനൊരു വില്ലയുടെ പണി ആക്കിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിനിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒക്കുപ്പൈ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയും, ഒമേഗ പ്രോജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അനുപല്ലവിയോട് ശാലിനി ആ ഫയലിങ് എടുക്കാൻ പറയുമ്പോൾ ശാലിനിക്ക് ഫയൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അനുപല്ലവി. എന്നിട്ട് അത് നോക്കുകയാണ്. അന്നേരം ഇത് ചെറിയ അപാകതയൊന്നും അല്ലല്ലോ മാത്തച്ഛ എന്ന് പറയുമ്പോൾ മാത്തച്ഛൻ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അങ്ങനെ തന്നെയല്ലേ പേര് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം 2 മീറ്ററോളം പിന്നെ സർക്കാരിൻ്റെ ഭൂമിയിലേക്കാണ് വില്ലയുടെ പോർഷൻ നിൽക്കുന്നത്. പിന്നീട് പുറംപോക്കിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഇതൊരു തരത്തിൽ നടക്കില്ല, എത്രയും പെട്ടെന്ന് ആ മതിൽ പൊളിച്ചു മാറ്റുക, പിന്നെ വില്ലയുടെ ബാക്കി പോർഷനും മാറ്റണമെന്ന് പറയുകയാണ്. അന്നേരം അയ്യോ അതൊന്നും അങ്ങനെയൊന്നും അല്ല മാഡം, പിന്നെ എനിക്കാണെങ്കിൽ ടൗണിൽ 2 ജ്വല്ലറികളുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ ഞാൻ എന്തോണം ചോദിക്കുമ്പോൾ മാഡം ഒരു സ്ത്രീയല്ലേ, ആഭരണമൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജ്വല്ലറിന്ന് മാഡത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ശാലിനി ദേഷ്യം കൊണ്ട് ആ മേശപ്പുറത്തിനെ കൈ കൊണ്ട് അടിച്ചുകൊണ്ട് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. താൻ എന്താടോ കരുതാൻ, ഞാൻ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ താനിപ്പോൾ അകത്താണ് എന്ന് പറയുന്നു, വിലക്കെടുക്കാൻ വന്നിരിക്കുന്നു. ശാലിനി ആകെ ഷൗട്ട് ചെയ്യുകയാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളെന്ന്. അതേ പോയി, ഇനി ഒരു അബദ്ധം പറ്റിയതാണ്, പ്ലീസ് മാഡം പ്ലീസ് എന്നൊക്കെ പറയുമ്പം ഐ സേ യു ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആകെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പോയി എന്ന് പറഞ്ഞ് മാത്തച്ഛനാകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി പോവുകയാണ്. അന്നേരം അനുപല്ലവിയോട് ചൂടാവുന്നുണ്ട്, ഞാൻ പറയാതെ ആരും ഇങ്ങനെയുള്ളവരെന്ന് അകത്ത് കയറ്റി വിടരുത്, ഇന്നത്തെ ഒരു ദിവസമേ പോയി എന്നും പറഞ്ഞ് ശാലിനി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ഓണാഘോഷം തന്നെയാണ്. അവിടെ ശാലിനിയാണെങ്കിൽ റെഡിയായി ഓണാഘോഷത്തിന് സെറ്റ് മുണ്ടൊക്കെ നല്ല റെഡിയായി ഒരുങ്ങിയ വാടക വീട്ടിൽ റെഡിയായി നിൽക്കുകയാണ്. അന്നേരം ആ ഒരു ക്ലബിൻ്റെ ആ ഒരു നോട്ടീസായി കാണിക്കുന്നുണ്ട്. തുടർന്ന് ശിവനും അങ്ങോട്ടത്തേക്ക് റെഡിയായി വരുന്നുണ്ട്. അന്നേരം കുട്ടികൾ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ റെഡിയായി കൊണ്ടിരിക്കുകയാണ്, പപ്പി സത്യം എന്ന് വിളിക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട് ഇതിന് ഈ ക്ലബ്ബുകാർ നേരെ പിന്നെ നോട്ടീസൊക്കെ അടിച്ചതാണ്, അതിന് പോയേ ഒക്കുള്ളൂ. അപ്പോൾ ശിവൻ പറയുകയാണ് കുട്ടികൾ അവിടുത്തെ ക്വിസ് മത്സരത്തിനല്ലേ പങ്കെടുത്തത്, അപ്പോൾ പ്രൈസൊക്കെ ഉള്ളതല്ലേ. ശാലിനി പറയുന്നുണ്ട് വേറെ കുറേ ക്ലബ്ബുകാരൊക്കെ വിളിച്ചാണ് ഞാൻ മാറി എന്നൊക്കെ പറയുമ്പോൾ ഈ ക്ലബിനെ കുറിച്ച് കുറേ വാക്കുകളൊക്കെ ശിവനോട് പറയുന്നുണ്ട്. അവർ ചാരിറ്റി അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന്. അന്നേരം പട്ടുപാടയൊക്കെ ഇട്ടുകൊണ്ട് സത്യയും പപ്പിയും വരുന്നുണ്ട്. അവിടെ നിന്നൊരു കറക്കമൊക്കെ കറങ്ങുകയാണ്. അന്നേരം അതൊക്കെ ബാക്കിയൊക്കെ അവിടെ പോയി കറങ്ങാമെന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഉദ്ഘാടനം ചെയ്ത് രസിക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കറക്കമോ സ്റ്റേജിലിരുന്ന് രസിക്കുക, ഇത്രയെങ്കിലുമൊക്കെ ഒരുങ്ങണ്ടേ എന്നൊക്കെ പറയുക. അതൊന്ന് ശിവൻ വീട് പൂട്ടി ഇറങ്ങുന്നുണ്ട്. അവരെല്ലാവരും കൂടി 4 പേരും കൂടി പോവുകയാണ്. ശാലിനിയുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നതൊക്കെ. എന്നിട്ട് അവിടത്തേക്ക് എത്തുന്നുണ്ട്, ക്ലബിലേക്ക് എത്തുകയാണ്. അന്നേരം അവിടെ ക്ലബ്ബിൽ അവരുടെ ഒരു കുറേ ഭാരവാഹികളൊക്കെ സെക്രട്ടറി പ്രസിഡന്റ് കുറേ പേരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ശാലിനി മാഡം കളക്ടർ മാഡം ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആ ഒരു ടൈമിൽ ശാലിനി എത്തുന്നുണ്ട്. അന്നേരം ഇവർ ശിവനും ശാലിനിയും പിന്നെ കുട്ടികളൊക്കെ എത്തുകയാണ്. തുടർന്ന് ബൊക്കെ കൊടുത്ത് ശാലിനിയെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ശിവനും കുട്ടികളും വിളയിക്കുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ ഓട്ടോയിൽ എത്തുന്നുണ്ട്. അന്നേരം കമൽ ഓടിച്ചെന്ന് ആശാനെ എന്നും പറഞ്ഞ് ചെന്ന് പിടിക്കുകയാണ് ശിവനെ. എന്നിട്ട് കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ടൂറിന് പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കമൽ നിങ്ങളിങ്ങനെ ഓട്ടോയിൽ നിന്ന് ഓടിച്ച് നടന്നാൽ പോലെ വല്ലപ്പോഴും ടൂറൊക്കെ പോകണം, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം നീ എന്താ താമസിച്ചതെന്നിങ്ങനെ ശിവൻ കമലിനോട് ചോദിക്കുമ്പോൾ അത് എന്നിലെ കലാകാരൻ ഇന്നുണരും ആശാൻ നോക്കിക്കോ, യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തി എഴുന്നേറ്റില്ലേ അതുപോലെ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ കളിയാക്കുന്നുണ്ട്, അതിനു മുമ്പേ യേശുക്രിസ്തു കുറേ പീഡാനുഭവങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി ഓർത്ത് വയ്ക്കണം എന്ന് പറയുകയാണ്. അന്നേരം ആശാനേന്നിങ്ങനെ കമലം നീട്ടി വിളിക്കുകയാണ്. അന്നേരം ചുമ്മാ പറഞ്ഞാടാന്നും പറഞ്ഞ് പിന്നെ കൈയൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരു ശാലിനി സ്റ്റേജിലിരിക്കുന്നുണ്ട്, അവരെ കുട്ടികളിങ്ങനെ സദസ്സിലിരിക്കുകയാണ്. അതേസമയം രോഹിതിൻ്റെ വണ്ടിയിൽ സത്യഭാമയും ശ്യാമയും രാഘവൻ നായരും പിള്ളയും ഒക്കെ വന്നിറങ്ങുകയാണ്. അന്നേരം എല്ലാവരും ആ ഓണാഘോഷം തന്നെ അതേപോലെ അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വന്നിറങ്ങുന്നത്. അന്നേരം പിന്നെ ശ്യാമ പറയുന്നുണ്ട്, അവിടെ വിളിച്ചു പറയുന്നതേ കേൾക്കുന്നുള്ളൂ. അന്നേരം ശ്യാമ പറയുകയാണ് അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, വിശിഷ്ടാതിഥിയൊക്കെ വരും, ആരായിരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ ശാലിനിയുടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്, ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശാലിനി എന്നുള്ള. അന്നേരം ശാലിനി എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ എവിടെയും നോക്കുകയാണ്. അന്നേരം ഇവളായിരുന്നു ഉദ്ഘാടനം, എങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു എന്നിങ്ങനെ സത്യഭാമ
സത്യഭാമ പറയുകയാണ്. അപ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, വന്നു പോയില്ലേ, അതുമാത്രമല്ല കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്താണ്, എനിക്ക് അവരെ ഒന്ന് കാണണേ കാണാം, പിന്നെ ശാലിനി വിഷ്ണുവും കുട്ടികളും ഒക്കെ കാണുമല്ലോ, വന്നല്ലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ ചോദിക്കണം, അല്ല സത്യാമ്മേനി എന്താ ചെയ്യാൻ ചോദിക്കുക, എന്താ ചെയ്യുക, അകത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പിള്ളേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാമ ഇങ്ങനെ നോക്കി നിന്നിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശ്യാമയും കൂടെ പോകുന്നുണ്ട്. അതേസമയം അവിടെ ക്ലബിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ സെക്രട്ടറി ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ ബഹുമാന്യ കളക്ടർ ക്ഷണിക്കുന്നു പറയുമ്പോൾ ശാലിനി അങ്ങോട്ട് എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമിലാണ് രാഘവൻ നായരും സത്യഭാമയും ശ്യാമയും രോഹിതൻ പിള്ള എല്ലാവരും കൂടി അതിനകത്തേക്ക് വരുന്നത്. അന്നേരം പിന്നെ സത്യാമ്മ എന്നിങ്ങനെ കമലം പറയുന്നുണ്ട്. അന്നേരം അച്ഛാന്നും പറഞ്ഞ് ഓടി കമലം ചെല്ലുകയാണ്. രാഘവൻ നായർ കമലിനെ നോക്കുന്നുണ്ട്. അതിന് സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ ഭാമ പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് അവിടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇരുന്ന ശേഷം ഭാമയാണെങ്കിൽ ശ്യാമയോട് പറയും, ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു, ഇവരുടെ പൊങ്ങച്ച എനിക്ക് കേൾക്കണ്ടേ എന്ന് പറയുകയാണ്. അന്നേരം ഇത് കേൾക്കാൻ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ കേട്ടേ മതിയാവുമെന്ന് ഇങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം കൂടുതലായാലുണ്ടല്ലോ ഞാനങ്ങ് ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞ് ഭാമ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമ പിടിച്ചിരുത്തുകയാണ്. അത് സത്യാമ്മ വേണ്ട, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തലയിലെഴുത്ത് എന്നും പറഞ്ഞ് സത്യഭാമ അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച് തുടങ്ങുന്നുണ്ട്. ഓണത്തെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ ഓണമൊന്നുമല്ല ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നുണ്ട്. അന്നൊക്കെ ഒരു ഓണക്കോടി ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ അത് ഓണമാകണം, അത് തയ്ച്ച് കിട്ടുന്നതാണ് അതിനേറെ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ പൂക്കളമാണ് അന്ന് ഞാനും അമ്മയും സഹോദരിമാരും എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും കൂടിയുള്ള അത്തപ്പൂക്കളം ഇടൽ. പക്ഷേ ഇന്നാണെങ്കിലോ തിരുവോണത്തിൻ്റെ അന്ന് മാത്രം കടയിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചൊരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് ഇൻസ്റ്റൻ്റായിട്ട് ഒരു അത്തം ഇടുന്നു. പിന്നെ ഓണസദ്യ അന്ന് എല്ലാവരും കൂടി വീട്ടിൽ വെച്ച് വിളമ്പി നമ്മൾ 11 മണിക്ക് ഓണസദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിലെ കളികൾ കാണാനായിട്ട് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് കുറേ ഓർമ്മകൾ ശാലിനി പറയുകയാണ്. അന്നേരം ഇവരെല്ലാവരും ഇത് കേട്ടിരിക്കുന്നുണ്ട്. രോഹിത്തും രാഘവൻ നായരും പിള്ളയും ശാലിനിയും കുട്ടികളൊക്കെ വളരെ ശിവനും കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഭാമയെ ശ്യാമയെ ഒട്ടും ഇഷ്ടമല്ലായിരിക്കുകയാണ്. തുടർന്ന് പക്ഷേ ഇപ്പോഴാണെങ്കിലോ കാറ്ററിംഗ് സർവീസുകാർ എപ്പോൾ അത് ഓർഡർ കൊണ്ടുവരുന്നു അപ്പോഴാണ് ഓണസദ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഔപചാരികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളക്കെടുക്കുകയാണ്, നിലവിളക്ക് കൊളുത്താണ്. അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. അനുസരിച്ച് നിലവിളക്ക് കൊളുത്തി ശാലിനി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. തുടർന്ന് അവിടെ സമ്മാനദാനമാണ് കാണിക്കുന്നത്. അന്നേരം കേരളത്തെക്കുറിച്ചുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ ഏറ്റവും നന്നായി വിജയിച്ച 2 കുട്ടികളുണ്ട്, സത്യഭാമ, പത്മിനി. അവരെക്കുറിച്ചൊക്കെ 2 വാക്ക് ഒരാൾ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. അസാധ്യമായ അറിവുള്ള കുട്ടികളാണ്, അവരുടെ അച്ഛനും അമ്മയും ആര് തന്നെയായാലും അവർ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് രാഘവന്നേർക്കും ആകെ സന്തോഷമാകുന്നുണ്ട്. ശിവനൊക്കെ ഇങ്ങനെ കൈയടിക്കുകയാണ്. സത്യഭാമയും പത്മിനിയും വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. തുടർന്ന് ജില്ലാ കളക്ടർ അവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ശാലിനി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടികളെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, അങ്ങനെ പിന്നെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത ഒരു അമ്മയുടെ മക്കൾ തന്നെയാണ്, പിന്നെ ഒരു അമ്മുമ്മയുടെ ഒരു കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് ആകപ്പാട് ദേഷ്യം വരികയാണ്. എൻ്റെ പൊന്നോമന മക്കൾ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി അവർക്ക് 2 പേർക്കും സമ്മാനം കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായരോട് സത്യഭാമ പറയുന്നുണ്ട്, ഇതേ പറഞ്ഞു കേട്ടില്ലേ, അവൾ കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കളാണ്, അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കഴിയട്ടെ എന്ന് പറയുകയാണ്. അന്നേരം നീ ചുമ്മാതിരിക്കുന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് അവിടെ വേറെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തവർക്കൊക്കെ ഓരോ കുട്ടികളായിട്ട് വിളിച്ച് ഇങ്ങനെ സമ്മാനം ശാലിനി ഇങ്ങനെ കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പിള്ളേ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അന്നേരമാണെങ്കിൽ അവിടെ പറയുന്ന, സാർ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വിഷ്ണുവിനോടും സംസാരിക്കണം, താൻ പോയി വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. അന്നേരം അത് സത്യാമ്മ കണ്ടാൽ എന്ന് പറയുമ്പോൾ, അതൊന്നും കാണില്ല, എൻ്റെ മോനെ അല്ലേ, താൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് പറയുകയാണ്. അന്നേരം ശിവനും കുട്ടികളും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുട്ടികൾ അച്ചച്ചാന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അന്നേരം അവിടെ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ ഭാമ, അവളാണെങ്കിൽ എല്ലാവരെയും വാശിയും വേണ്ടി തോൽപ്പിക്കാനിരിക്കുകയാണ്, നിങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് അവിടെ വിളിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ജില്ലാ കളക്ടർക്ക് വേറെ ഔദ്യോഗിക പരിപാടികൾ ഉള്ളതിനാൽ ഇനി സമ്മാനം നമ്മുടെ സുഗതൻ മാഷ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ രാഘവൻ ചോദിക്കേണ്ട, ശാലിനി പോവുകയാണോ എന്ന്. അന്നേരം അത് വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരത്തേക്ക് അവിടെ ശാലിനി ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടുത്തെ ഭാരവാഹികളും എല്ലാവരും ഒക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം അവിടത്തേക്ക് ഈ രാഘവൻ നായരും ശിവനും കുട്ടികളും രാഘവൻ നായരും പിന്നെ പിള്ളയും ഒക്കെ കമലിനും ഒക്കെ ചെല്ലുകയാണ്. അന്നേരം അവരെല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് ശാലിനിയോട് നിൽക്കാനായിട്ട്. അന്നേരം ശാലിനി പറയുന്ന തിരക്കുകളൊക്കെ അറിയാലോ, അതൊക്കെ മാറ്റി വെച്ചാണ് വന്നത്. അന്നേരം വേറെ പരിപാടികൾക്കൊക്കെ സമ്മാനം മേടിച്ച കുട്ടികളുടെ അമ്മമാർ നിൽക്കുന്നുണ്ട്. അവർ പറയുകയാണ്, നമ്മൾ ഇതേപോലെ സമ്മാനം മേടിച്ച മക്കളുടെ അമ്മമാരാണ്, നമ്മുടെ ആഗ്രഹം പിന്നെ മാഡവും നമ്മളോടൊപ്പം സാധാരണക്കാരോടൊപ്പം നിൽക്കുമെന്നാണെന്ന് ഒരു ദിവസത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവരുടെ ഭാരവാഹികളും പറയുന്നുണ്ട്, ഒരു ദിവസത്തേക്കല്ലേ മാഡം,
നമ്മുടെ പ്രോഗ്രാമുകളിൽ ജില്ലാ കളക്ടറും പങ്കെടുത്തു, നമുക്ക് അഭിമാനത്തോടെ പറയാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അതെ അത് തന്നെയാണ് വേണ്ടത്, ഇവിടെ നിൽക്കുന്ന മത്സരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് രഹസ്യമായിട്ട് രാഘവൻ നായർ പറയുകയാണ്, അതെ സത്യഭാമ പിന്നെ ഭാമയുടെ കൂടെ എൻ്റെ ഇളയ മോനും മരുമോളും വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടുത്തെ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിങ്ങളെ തോൽപ്പിക്കാനാണ്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കണ്ട, നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അതൊന്ന് എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ കമലിനും പറയുന്നുണ്ട്, എട്ടമ്മ ഒരു ദിവസത്തേക്കല്ലേ, എന്നിട്ട് ആശാനെ പറയുന്നിങ്ങനെ കമലൻ ശിവനോട് പറയുമ്പോൾ ശാലിനി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാമെന്നിങ്ങനെ ശിവനും പറയുന്നുണ്ട്. അമ്മയെ നിൽക്കമ്മ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്നു, കുട്ടികളും അങ്ങ് നിർബന്ധിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അപ്പോൾ കമലൻ പറയുന്നുണ്ട് എടത്തമ്മയുടെ പേര് എല്ലാത്തിനും കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ നമുക്കൊരു കൈ നോക്കാമല്ലേ, അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പാടുണ്ടോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ പൊന്നിയാണെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന വിളക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സുസ്മിത കാറിലെത്തുന്നുണ്ട്. എന്നിട്ട് പൊന്നിയെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പൊന്നിയും പറയുന്നുണ്ട്, ഇവളെന്തിനാ എങ്ങോട്ട് എന്നെ ബോധ്യപ്പെടുത്തണം, ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം മറ്റുള്ളവരൊക്കെ എങ്ങോട്ട് പോയി ചോദിക്കുമ്പോൾ ആദ്യം പൊന്നി മിണ്ടുന്നില്ല. അന്നേരം എടി എങ്ങോട്ട് പോയി ചോദിക്കുമ്പോൾ ഓണാഘോഷത്തിന് പോയിരിക്കുക എന്ന് പറയുന്നത്. അന്നേരം എവിടെയും ചോദിക്കുമ്പോൾ ഒരു രാഗം ക്ലബ്ബിലാന്ന് പറയുന്നുണ്ട്. അന്നേരം രാഗം ക്ലബ്ബോ എന്ന് ആലോചിച്ചിട്ട് സുസ്മിത വന്ന് അതേ ഫോഴ്സിന് തിരിച്ച് അതേപോലെ ഇറങ്ങി വണ്ടി എടുത്ത് തിരിച്ചങ്ങ് പോവുകയാണ്. അന്നേരം പൊന്നി വിചാരിക്കുന്നുണ്ട് ഇനി ഇവൾ അവിടെ പോയത് കുളമാക്കുമെന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഒരു ഓഡിറ്റോറിയം എന്ന പോലെയുള്ള സ്ഥലത്താണ്, ഓപ്പൺ സ്ഥലത്താണ് കാണിക്കുന്നത്. അന്നേരം കസേരകളി മത്സരമാണ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് മത്സരിക്കുന്ന ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇനിയും പേര് തന്നിട്ടില്ലാത്തവർക്ക് പേര് തരാമെന്നൊക്കെ ഭയങ്കര അനൗൺസ്മെൻ്റ് ഒക്കെയാണ്. അന്നേരം ഓരോരുത്തരായിട്ട് വിളിക്കുന്നുണ്ട്. ഓരോരുത്തർ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ സഹോദര വ്യത്യാസങ്ങളില്ല, മത്സരങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് ശ്യാമയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് കുടുംബശ്രീ ശാരദയുടെ മകൾ ശ്യാമ എന്ന് വിളിക്കുന്നത്. മറ്റൊരു കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മകൾ ആണ് ജില്ലാ കളക്ടർ ശാലിനി എന്ന് പറഞ്ഞ് ശാലിനിയും പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് മത്സരം തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാമെന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അങ്ങോട്ട് കൈവക്കുകയാണ്. അന്നേരം ഞാനുണ്ട്, പേര് സത്യഭാമ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഭാമയും പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. എന്നിട്ട് ചെന്ന് നിൽക്കുകയാണ്. അന്നേരം തുടർന്ന് മത്സരം അവിടെ തുടങ്ങുന്നുണ്ട്. 5 പേരേ ഉള്ളൂ മത്സരിക്കാൻ. ശ്യാമയും പിന്നെ സത്യഭാമയും ശാലിനിയും കഴിഞ്ഞ് വേറെ 2 പേര്. അന്നേരം ആദ്യത്തെ മത്സര റൗണ്ടിൽ വേറെ ഒരാൾ ഔട്ടാവുന്നുണ്ട്. രണ്ടാമത്തേൽ വേറൊരാൾ ഔട്ടാവുകയാണ്. അവസാനം സത്യഭാമയും ശ്യാമയും ശാലിനിയും മാത്രമാവുകയാണ്. അന്നേരം മത്സരം തന്നെയാണ്, വാശിയേറിയ മത്സരം തന്നെയാണ്. സഹോദരങ്ങൾ ചേച്ചിയും അനിയത്തിയും പിന്നെ അമ്മായിയമ്മയും ആര് ജയിച്ചാലും ഒരു വീട്ടിലേക്ക് തന്നെ, ഒരു കുടുംബത്തിലേക്ക് തന്നെയാണ് ട്രോഫി പോകുന്നത്. മരുമക്കളെ ജയിക്കാൻ വിടില്ല എന്നുള്ള ഭാവത്തിൽ അമ്മായിയമ്മ സത്യഭാമ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് മത്സരം നടക്കുകയാണ്. അതിന് മുന്നേ സത്യഭാമ വന്ന് നിൽക്കുമ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട്, ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവളെ പുറത്താക്കണം, അപ്പോൾ അതിൽ പുറത്തായാൽ മറ്റൊന്നിലും പങ്കെടുക്കാതെ നാണം കേട്ട് അവൾ പൊക്കിയോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കണക്ക് തന്നെയെന്നൊക്കെ രാഘവൻ നായർ അവിടെ നിന്ന് പറയുകയാണ്. തുടർന്ന് ഇവർ 3 പേര് മാത്രമാകുമ്പോൾ ആ ഒരു റൗണ്ടിൽ ശ്യാമ പുറത്താവുകയാണ്. ശ്യാമ ദേഷ്യത്തോടെ അങ്ങ് പോയിരിക്കുന്നുണ്ട്. ഈ ശിവനും കുട്ടികളും പിന്നെ ഇതൊക്കെ നല്ല കൈയടി തന്നെയാണ്. ഇടയ്ക്കിരുന്ന് പിന്നെ അതിനുശേഷം പിന്നെ ഓരോന്നങ്ങോട്ട് തുടങ്ങുമ്പോൾ മത്സരത്തിന് ശാലിനിയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഈ പിള്ള കൈയടിക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കുമ്പോൾ പിള്ള കൈയടി നിർത്തുകയാണ്. അപ്പോൾ രാഘവൻ നായർ പറയുന്നു, മര്യാദയ്ക്ക് കൈയടിച്ചോ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ചെകുത്താലിനും കടലിനും നടക്കാമല്ലോ എന്നൊക്കെ പിള്ള പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് മത്സരമൊക്കെ തുടങ്ങുന്നത്. തുടർന്ന് ശ്യാമ ഔട്ടായ ശേഷം പിന്നെ സത്യഭാമയും ശാലിനിയും തമ്മിലാണ്, കളക്ടറും അമ്മായിയമ്മയും മരുമോളും തമ്മിലാണ് വാശിയേറിയ മത്സരമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനൗൺസ്മെൻ്റൊക്കെ നടന്നിട്ട് മത്സരം തുടങ്ങുകയാണ്. അന്നേരം അതിലവസാനം നല്ല രീതിയിൽ അവരങ്ങ് കമൻട്രിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ ലാസ്റ്റ് ജയിക്കുന്നത് ശാലിനിയാണ് വിജയിക്കുന്നത്. ഭാമയ്ക്ക് കസേര കിട്ടുന്നില്ല. അന്നേരം എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുമ്പോൾ ഭാമ ആകെ മാനം കെട്ട് അവിടെ പോയിരിക്കുകയാണ്. അന്നേരം വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ കളിയാക്കുകയാണ്. പക്ഷേ ശാലിനിക്ക് സത്യഭാമയുടെ മുഖത്ത് നോക്കുന്നില്ല, ഒരു സങ്കടം പോലെയുണ്ട്. പക്ഷേ അവിടെ ശാലിനി വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് മത്സരം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമല വന്നേന്നും പറഞ്ഞ് കമലിനെ ഒരാൾ ഈ പുലികളിക്ക് വേഷം കെട്ടാനാണെന്ന് തോന്നുന്നു വിളിച്ചുകൊണ്ട് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പുലികളിയാണ് കാണിക്കുന്നത്. അന്നേരം പുലിയായിട്ട് ഒരാളിങ്ങനെ വേഷം കെട്ടി മോടി പുലിയുടെ വേഷത്തിൽ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ വേട്ടക്കാരനായിട്ട് ഇങ്ങനെ ഓടി ഇറങ്ങി വരികയാണ്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, ഇവനിപ്പോൾ എപ്പോഴും പോയി വേഷം മാറിയെന്നുള്ളത്. അന്നേരം ഏതായാലും വേഷം നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ഇങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് കമലിനാണെങ്കിൽ ഇപ്പോൾ കൊല്ലു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുക ചൂണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരം ആണെങ്കിൽ പിന്നെ പിള്ളയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, പിള്ളയും കളിക്കണം. സത്യഭാമ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടുമ്പോൾ പിള്ള കളിക്കുന്നില്ല. അന്നേരം എന്താടോ തുള്ളാത്ത
അങ്ങോട്ട് തുള്ളു, പുലി വേട്ടക്കാരനെ പേടിച്ചാൽ മതി പുലി കളിക്കുമ്പോൾ, അല്ലാതെ മുതലാളിയെ പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ പിള്ളാകെ കഷ്ടപ്പെടുന്നുണ്ട്, കളിക്കണോ കളിക്കണ്ടേ എന്നുള്ള രീതിക്ക്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ എന്താ നോക്കി നിൽക്കുന്ന, അങ്ങോട്ട് തുള്ളടാന്ന്. അന്നേരം ഞാൻ എന്തോ തുള്ളാനെ, വേട്ടക്കാരനും പുലിയും ഒക്കെ അവരുടെ ഭാഗത്തല്ലേ, പിന്നെ കമലിനോട് തുള്ളി ജയിക്കാമെന്ന് എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് രോഹിത് ഒരു സ്ഥലത്ത് മാറി ഒതുങ്ങി നിൽക്കുകയാണ്. ശ്യാമയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ പെട്ടെന്നാണെങ്കിൽ വേറൊരു വേട്ടക്കാരെ ഓടിക്കൊണ്ടിങ്ങനെ തോക്ക് കൊണ്ട് വരികയാണ്. അന്നേരം കമലൻ ചോദിക്കുന്നുണ്ട്, ഞാനല്ലാതെ വേറെ ഏത് വേട്ടക്കാരൻ, ഒറ്റ വേട്ടക്കാരനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഇവരോട് ചൂടാവുകയാണ്, കമ്മിറ്റിക്കാരോട്. അന്നേരം ഞങ്ങളൊരു വേട്ടക്കാരനെ വിളിച്ചിട്ടുള്ളൂ, അത് കമലിനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ രണ്ടാമത് വന്ന വേട്ടക്കാരനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫർ ക്ലീറ്റസ് ആണ് കാണിക്കുന്നത്. ക്ലീറ്റസ് ആണെങ്കിൽ ആ പുലി വേഷം കെട്ടിക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ സതീശൻ, നീ ചതിച്ചല്ലേ, താളം ക്ലബ് എന്ന് പറഞ്ഞിട്ട് നീ രാഗത്തിലേക്കാണ് വന്നത്, നിന്നെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല, ഒരാളെ വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളാവുകയാണ് അവിടെ. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ഈ ക്ലീറ്റസിനെ തന്നെ നോക്കുകയാണ്. അന്നേരം ക്ലീറ്റസ് പറയും, കള്ളക്കളവ് എവിടെയുണ്ടോ, ഇവിടെ എനിക്ക് പണി തരുമല്ലോ എന്നും പറഞ്ഞ്. അന്നേരം രാഘവൻ നായർ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇവനെ എനിക്കറിയാം, അവൻ എല്ലാ കുഴപ്പമുള്ള സ്ഥലത്തും വരുമെന്ന് പറയുമ്പോൾ കള്ളനായിരിക്കും എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്. അന്നേരം ഇവൻ്റെ രണ്ട് ഉണ്ട കണ്ണ് ഓക്കെ, പക്ഷേ കപ്പട മീശ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മീശ അങ്ങോട്ട് രാഘവൻ നായർ എടുത്ത് മാറ്റുകയാണ്. അന്നേരം ക്ലീറ്റസിനെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അന്നേരം നീ ആ ഫോട്ടോഗ്രാഫർ ക്ലീറ്റസ് അല്ലേ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം നീ എന്തിനാ ഇവിടെ, നമ്മുടെ പരിപാടി മുടക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് ആ കമ്മിറ്റിക്കാരൊക്കെ കൂടി ബഹളം വയ്ക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഞാനൊന്നിനും വന്നാൽ ചതിച്ചത് ഇവനാണെന്നും പറഞ്ഞ് പുലി വേഷം കെട്ടിയിരിക്കുന്ന ഇങ്ങോട്ട് പിടിച്ചു നിർത്തി, ഈ സതീശനാണ്, താളം ക്ലബിലേക്കാണ് പോകേണ്ടവൻ, രാഗത്തിലേക്കാണ് വന്നത്, ഇവനെയും കൊണ്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അതും നടക്കില്ല, ഇവനെ ഇവിടെ നിന്ന് പോയി ഇവനെ ഞാൻ കൊല്ലുമെന്ന് ഇങ്ങനെ കമ്മിറ്റിക്കാരും പറയുന്നുണ്ട്. അങ്ങനെ ആകെ ബഹളമാവുന്നുണ്ട്. അന്നേരം പെട്ടെന്നാണെങ്കിൽ സത്യഭാമ പറയുന്നുണ്ട്, അതെ ആരും പറഞ്ഞു വിടണ്ട, ആ വേട്ടക്കാരനെ ഞാൻ ഇങ്ങോട്ട് വിലക്കെടുത്തിരിക്കുന്നു, ആരുടെ വേട്ടക്കാരനാണ് പുലിയെ കൊല്ലുന്നത് നമുക്ക് നോക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്തോ അവിടെ ഒരു വലിയ സീനൊക്കെ ആയിട്ടാണ് അത് കാണിക്കുന്നത്. അന്നേരമാണെങ്കിൽ മേളം മുഴങ്ങട്ടെ എന്നിങ്ങനെ രോഹിത്ത് പറയുകയാണ്. എന്നിട്ട് രോഹിത്ത് ഈ വലിച്ചിളക്കിയ മീശയാണ്, രാഘവൻ വലിച്ചിളക്കിയ മീശയാണെങ്കിൽ ആ ക്ലീറ്റസിൻ്റെ മുഖത്തോണ്ട് വെക്കുന്നുണ്ട്, നന്നായിട്ട് പൊരുതിക്കോ, ഇല്ലെങ്കിലേ തന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം രണ്ടായാലും മരണം ഉറപ്പായി ഈശ്വരാന്ന് പറഞ്ഞ് ക്ലീറ്റസ് നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ആ ഒരു സത്യഭാമയും ശാലിനിയും തമ്മിലുള്ള ആ ഒരു മത്സരം എന്നോലേക്കാണ് അവിടെ കാണിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു, ഇതിപ്പോൾ ആകെ പ്രശ്നമല്ല, ഇതിപ്പം കടുത്ത മത്സരമാണ്, ഞാനും സത്യഭാമയും തമ്മിൽ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ മേളം മുഴങ്ങട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശിവനും പറയുന്നുണ്ട്, ചെണ്ടമേളം തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ രീതിയിൽ പുലികളി അരങ്ങേറുകയാണ്. രണ്ട് വേട്ടക്കാരും കൂടി ഒരു പുലിയെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവുകയാണ്. ഇത്രയും ഈ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ, വലിയ സീനും കാര്യങ്ങളും ഒന്നുമില്ല, വെറുതെ ഒരു ഓണാഘോഷം പോലെ കാണിച്ച് കഥയോ ഒന്നും കാണിക്കുന്നില്ല അതിൽ, ഒരു ഓണാഘോഷ എപ്പിസോഡ് പോലെ. ഇത്രയുമാണ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.